ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് ചാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമ്മൾ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ 2 പീസാണ് നമുക്ക് ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്കിതുകൊണ്ട് ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 4 ഇതളുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പീസും നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു ലൈറ്റർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതളിൻ്റെ അരികു വശം ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ്. അതിൽ നിന്നും ഊരിപ്പോരുന്ന ആ നാരുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നത്. കുട്ടികളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കൈയൊന്നും ആരും പൊള്ളിക്കാണ്ട് നോക്കണേ. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ മടക്കി ഇവിടെ എല്ലാം ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്കൊരു ചാനലുണ്ട്. ആ ഒരു ചാനൽ കാണാത്തവർക്ക് വേണ്ടി ആ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കണേ. ആ ഒരു ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ അതിൻ്റെ ഇതളുകളും മടക്കി ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ഫ്ലവറും ചെയ്തെടുക്കണം. അപ്പം നമ്മൾ 2 ഫ്ലവറും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചു കൊടുക്കണം. മുകളിൽ വെച്ചു കൊടുക്കുന്ന ഫ്ലവറിന്റെ ഇതളുകൾ ആ ഗ്യാപ്പിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കെട്ടുകമ്പിയാണ്. ഇതിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൽ ഇതൊന്ന് കോർത്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ താഴേക്ക് കോർത്തെടുത്തിട്ടുള്ള ആ കമ്പി ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കമ്പിയൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കുഞ്ഞു റൗണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഫ്ലവറിന്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫ്ലവറിന്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഗ്രീൻ ടാപ്പാണ്. ഇതും കൂടെ നമുക്ക് ആ കമ്പിയിൽ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കമ്പിയിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവർ എല്ലാം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ ഓരോ ഫ്ലവറും അതിലേക്ക് വെച്ച് കൊടുത്ത് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കാം. ഒരു ഫ്ലവർ നമ്മൾ അതിലേക്ക് വെച്ച് ഗ്രീൻ ടാപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട്. അടുത്ത ഫ്ലവർ നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ച് ഇതിനു മുൻപും നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഇതുപോലെ എല്ലാ ഫ്ലവറും നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായി ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.